ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മെസ്സേജ് അയച്ച എല്ലാവർക്കും 1000 നന്ദിയുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ നേഴ്സിംഗ് യു എയിൽ നേഴ്സായിട്ട് വരാനിരിക്കുന്നവരോ വന്നവരോ അല്ലെങ്കിൽ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു കാര്യം നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്തൊരു ഒരു സബ്സ്ക്രൈബർ അല്ല കുറേ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ANMസിന് വാക്കൻസി ഉണ്ടോ, ANMസിന് ഹോം കെയറിലേക്ക് ജോലി കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുള്ളത്. ഈ നിലവിൽ ഇപ്പോൾ ANMസിന് അങ്ങനെ എടുക്കുന്നില്ല ഇവിടെ. ഓൾറെഡി നമ്മുടെ ജോബ് ഭയങ്കര ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും കഴിയുമ്പോൾ കേട്ടോ. അപ്പോൾ എസ്പെഷ്യലി இந்த ANMസിന് വിത്തൗട്ട് ലൈസൻസ് ഒന്നുമില്ല, ANMs ആണല്ലോ. അപ്പോൾ അവർക്ക് ചാൻസ് വളരെ 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 കുറവാണ്. അങ്ങനെ ഇപ്പോൾ അധികം എടുത്തു വരുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. ചില ഹോം കെയറേഴ്സ് ഒക്കെ എടുക്കുന്നുണ്ട് ANMസിന്, ഈ മറ്റേ കെയർ ടേക്കർ ആയിട്ടുള്ള ജോലിയൊക്കെ. പക്ഷെ അതും ഈ അതർ നാഷണാലിറ്റികളൊക്കെയാണ് എടുക്കുന്നത്, നമ്മുടെ ഇന്ത്യൻസിനെ അധികം എടുക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് UAയിൽ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പ്രീവിയസ് ഹോം കെയർ അങ്ങനത്തെ കെയർ ടേക്കർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കുന്നുണ്ട്. അല്ലാണ്ട് ഇവിടെ അധികം ഞാൻ കണ്ടുവരുന്നില്ല. പക്ഷെ നാട്ടിൽ നിന്ന് ഇപ്പോഴും റിക്രൂട്ട്മെന്റുകൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അതിനെ കുറിച്ചിട്ടൊന്നും അറിയുന്നില്ല. അതായത് കെയർ ടേക്കർ ആയിട്ടുള്ള നേഴ്സസിനെയൊക്കെ എടുക്കുന്നുണ്ട് എന്നുള്ള, ANMസിനെയൊക്കെ. പക്ഷെ ആ ജോലി റിസ്ക് ആണ്. എന്താ വെച്ചാൽ നമുക്ക് ലൈസൻസ് കാര്യമൊന്നും ഇല്ല. സെയിം എന്താ പറയാ, ഒരു മെയ്ഡിന്റെ പോലത്തെ ഒരു ഇതാണ്. പക്ഷെ നമ്മൾ മറ്റേ മെയ്ഡിന്റെ എല്ലാ പണിയും പോലെ ചെയ്യണ്ട. കെയർ ടേക്കർ പോലെ പേഷ്യൻസിനെ നോക്കുക, അല്ലെങ്കിൽ അവരുടെ കൊച്ചുങ്ങളാണെങ്കിൽ അവരെ ടേക്ക് കെയർ ചെയ്തിട്ട് നോക്കുക. പക്ഷെ അധികവും ഒരു 97% അങ്ങനെ ANMസിനെ എടുത്തിപ്പോൾ കാണുന്നില്ല കേട്ടോ. പണ്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ഇപ്പൊ അധികമില്ല. ഇപ്പോൾ അതർ നാഷണാലിറ്റി, ഇപ്പോൾ ഫിലിപ്പീനോസ് അങ്ങനത്തെ ഒക്കെ നാഷണാലിറ്റിയിലുള്ളവരൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ അവർ ഓൾറെഡി ദുബായിലുള്ള ആൾക്കാരാണ്, അവർക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്കാണ് അവർ മുൻഗണന കൊടുക്കുന്നത് കേട്ടോ. പിന്നെ GNMസിന് എടുക്കുന്നുണ്ട്, വിത്ത് ലൈസൻസിലുള്ളവരെയാണ് എടുക്കുന്നത്. വിത്തൗട്ട് ലൈസൻസിലുള്ളവർ ഇപ്പൊ എടുക്കുന്നില്ല. പണ്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കുറവാണ്, വളരെ വളരെ കുറവാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഉള്ളവർക്കാണെങ്കിൽ മുൻഗണന ഉണ്ട്, എടുക്കുന്നുണ്ട്. വിത്തൗട്ട് ലൈസൻസിലും ANMസിനെയും GNMസിനെയും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ANMസിന് കിട്ടുമോ, ANMസിന് കിട്ടുമോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു അപ്ഡേറ്റ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ലൈസൻസും പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെ, ലൈസൻസും കാര്യങ്ങളൊക്കെ ഉള്ളവരെ മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ പണ്ടൊക്കെയാണ് എടുത്തവരെ ഇപ്പോഴും വീണ്ടും വീണ്ടും അവർക്ക് അത് ചാൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ANMസിന് എടുക്കുമോ, ANMസിന് എടുക്കുമോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ്. പിന്നെ അങ്ങനെ ANMസിന് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണെങ്കിലും വളരെ കുറഞ്ഞ സാലറിയാണ്. അതായത് 2000 2500 ആ റേഞ്ചിലുള്ള ഒരു സാലറി ഉള്ളൂ കൊടുക്കുന്നത് കേട്ടോ. പക്ഷെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അക്കോമഡേഷൻ ഉണ്ട്, ഫുഡ് കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് ഈ 2500 ഫുഡും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ വളരെ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അധികവും എന്താ പറയുക, ഇവിടെയുള്ള ആൾക്കാരെയാണ് അവർ എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇത്ര ഉള്ള ആ ഒരു മെസ്സേജ് അയച്ച എല്ലാവർക്കും 1000 നന്ദിയുണ്ട്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായും എനിക്ക് മെസ്സേജ് അയക്കണം, ഞാൻ വീഡിയോ ആയിട്ട് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഉറപ്പായും ഫോളോ ചെയ്യണം. യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ